ഗേയ്സ്, ഞങ്ങളങ്ങനെ മോൻ്റെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. ഞാൻ ഉഗ്രനൊരു കോമഡി കാണിച്ചു തരാം. കോമഡി അല്ല, നമ്മുടെ അപ്പൂപ്പൻ പട്ടിക്കൂട് കംപ്ലീറ്റ് ഇളക്കി. അതുകൊണ്ട് അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പട്ടിക്കൂട് കംപ്ലീറ്റ് ഇളക്കി റെഡിയാക്കി വെച്ചിരിക്കുക. അതാണ്ടേ ദൈവമേ, അതിൻ്റെ ഓടും മാറ്റി. അയ്യോ, എനിക്ക് വയ്യ. മുഴുവൻ ദാണ്ട് ഇതിന്റെ അടിയിൽ ഒരു പച്ച ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യുന്ന? ദോണ്ട് അതെല്ലാം ദോണ്ട് അവിടെ വെച്ചിരിക്കുക കേട്ടോ. ഈശ്വരാ, ദോണ്ടേ ഓടുമെല്ലാം ഇളക്കി വെച്ച്. ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്ത് ചെന്ന് നോക്കട്ടെ ആ പച്ച സാധനം എവിടാന്ന്. എന്തായാലും കൊള്ളാം. അച്ഛനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ട് പിന്നെ പുള്ളിക്ക് ഉറക്കം വരത്തുള്ളൂ. ദൈവമേ, ഇനിയിപ്പോ എന്തായി തീരുവെന്തോ. ഇനി ഇത് എങ്ങനെ ഇങ്ങോട്ട് പൊക്കിക്കേണ്ടി വരും? അതും നല്ല പാടായിരിക്കുമല്ലോ. ഓപ്പോ, ഞാൻ ഇനിയിപ്പോ അപ്പുറത്ത് പോയി നോക്കിയിട്ട് വരെ സംഭവം എന്താണ് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടെ പിടിച്ചതിന് ഇനി തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം. അയ്യപ്പാ, അയ്യോ, ഇതാണ്ടേ ആ പച്ച ഷീറ്റ് ഇതാണ്ട് ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അടുക്കി വെക്കുന്ന സാധനമായിരുന്നു. ഓടെല്ലാം പുറക്കിതാണ്ടേ. എന്റെ ദൈവമേ, അപ്പൊ ഇത് എത്ര മണിക്കൂറത്തെ മെനക്കേടായിരിക്കും? എപ്പ തുടങ്ങിയതാ ഇത്? അയ്യോ, കൊള്ളാം. എന്തായാലും അടിപൊളി. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇത് തന്നെയാട്ടെ. അപ്പോ LS ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ബെല്ലക്കുട്ടന്റെ വീട് പൊളിച്ചത് കാണിച്ചു തരാം. ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വളരെ പണിപ്പെട്ട് ഇന്നലെ ഫിക്സ് ചെയ്ത ആ സ്ഥലത്ത് സാധനം കൊണ്ടുവന്ന് നമ്മൾ വെച്ചു. സത്യത്തിൽ ഒരടാറ് പണിയായിപ്പോയി. കാരണം സ്പേസ് ഒട്ടുമില്ല ഇത് കൊണ്ടുവയ്ക്കാനായിട്ടേ, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പൊ അതിന് ഇടയ്ക്കൂടെ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഇവിടെ ചെറിയൊരു വിഷയമുള്ളത്, ഇതിന്റെ ടയറ് മണ്ണിലാണ് ഇരിക്കുന്നത്. അത് ദ്രവിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ നമുക്കിപ്പോ ബെല്ലക്കുട്ടന്റെ വീട് പൊളിച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ട് വെച്ചെങ്കിലും ഇവന് അതിനകത്ത് കിടക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെയിലടിക്കുന്നുണ്ട്, നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്. അപ്പൊ പാവത്തിന് അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് തീരെ കുറവാണ് അവിടെ ആ ഭാഗത്തായിട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യട്ട് എന്തോ. രാവിലെ തന്നെ അങ്ങനെ വല്ലാത്തൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. ബെല്ലക്കുട്ടൻ്റെ കൂട് കണ്ടില്ലേ? ഇത് സംഭവം ഇവിടെ എടുത്ത് വെച്ചു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ തറയിൽ ടയറ് കണ്ടില്ലേ, മണ്ണിലായിരിക്കുന്നത്. മെയിൻ വിഷയം ഒന്നത്, കാരണം അത് ദ്രവിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വല്ല ഇഷ്ടികയോ വല്ലതും എടുത്ത് വെച്ച് റെഡിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലെവലില്ല, നല്ല കറക്റ്റ് ലെവലിലല്ല ഇത് നിൽക്കുന്നത്. അപ്പോൾ അതും കുറച്ച് പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇത് നേരെ തിരിച്ച് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവെക്കാനുള്ള പ്ലാനാണ്. ബെല്ലക്കുട്ടൻ്റെ കൂടെല്ലാം കണ്ടില്ലേ പൊളിച്ച് റെഡിയാക്കി. പാവത്തിനെ എന്തോ ചെയ്യാൻ അതാണ്ടേ കാറിനടി കിടപ്പുണ്ട്. കണ്ട ആശാൻ കാറിനടിയിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറക്കമാണ്. ഇത് പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പേസും തീരെ കുറവാണ്. അപ്പം അവൻ എപ്പോഴും നല്ലത് അങ്ങ് അവിടെ തന്നെ കൊണ്ടുവെക്കുന്ന നമ്മുടെ ബാക്കിൽ തന്നെ. അവന് നല്ല തണലും കിട്ടും, സൗകര്യം അതാ. ഇവിടെ അത്ര സേഫ് അല്ല. ഒന്നാമത്തെ കാര്യം ചൂട്, പിന്നെ സ്പേസ് കുറവ്, പിന്നെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലല്ല. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഇവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചു. അടാറ് പണിയാകിട്ടേ. ഇനിയിപ്പോൾ ഇത് ചുമ്മിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന പാടറിയാം. ഇനിയിപ്പോൾ ഇത് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാട്. കാരണം ഇവിടെ സ്പേസ് തീരെ കുറവാണ്. ഇതിനകത്തൂടെ ഇതാ കണ്ടില്ലേ, ഇതുവഴി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഈ ഇടുങ്ങിയ സ്ഥലത്തൂടെ വേണം. ഇത് ഞങ്ങൾ നേരെ നൂത്തൊക്കെ വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നേരെ നാട്ടി പിടിച്ചോണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. അടാറ് പണിയെന്നും പറയാൻ പോരാ, നല്ല ഒന്നാം ക്ലാസ് അടാറ് പണിയാ. എന്തോടാ ബെല്ലക്കുട്ട ചാടിക്കറന്നേ? നിന്റെ കൂട് തന്നെ, നിന്റെ വീട് തന്നെ എടുത്തോണ്ട് വെക്കാൻ പോന്നേ. നിന്റെ വീടെല്ലാം പൊളിച്ചടുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഞങ്ങൾ തിരിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പുതിയ വീടായിട്ട് വെച്ച് തരും ഞങ്ങൾ, കേട്ടാ. അപ്പൂപ്പനും ഞാനും കൂടെ. അയ്യോ അയ്യോ,
എങ്ങോട്ട്? എന്റെ അമ്മേ, പൊങ്ങട്ടെ പൊങ്ങട്ടെ. അയ്യോ വേണ്ട, അവിടെ തട്ടി, അവിടെ നിന്ന് പൊക്കി. മതി മതി മതി. അയ്യോ നിറച്ച് പൊടി. ഏത്? ആ ജനലൂടെ അച്ഛാ. ജനലൊക്കെ തുറന്നിട്ടേക്ക്, ഇനി അതെല്ലാം അടച്ചിട്ട് വേണം ഇത് പൊക്കിക്കൊണ്ട് പോകാൻ. മുകളിലത്തെ ബാത്റൂമിന്റെ വേണോ അച്ഛാ? വെന്റിലേഷന്റെ വേണ്ട, ചിലപ്പോ അത് തട്ടും. നോക്കാം. പിടിച്ചോ പിടിച്ചോ. ബലക്കുട്ടാ, നീ വരുന്ന പിടിക്കാൻ? നിന്റെ വീടാ. ഇങ്ങനെ ചരിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്ന്. ഓക്കെ, ഇനി ഇങ്ങനെ പോക്കണ്ടേ? ഇങ്ങനെ ഇങ്ങനെ ചരിക്കണ്ടേ? അങ്ങനെ നമ്മൾ കൊണ്ടുവന്നേ. ഇങ്ങനല്ല അച്ഛാ കൊണ്ടുവന്നേ, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ചു. ഇങ്ങനെയാണോ കൊണ്ടുവന്നേ? ഇങ്ങനല്ല അച്ഛാ, ഇത് ഇങ്ങോട്ട് ചരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടാ വന്നേ. ഇതേ രണ്ടത്തെ. എന്നാ പോട്ടെ. അങ്ങനല്ല, ശരിക്കും ഇങ്ങനല്ല കൊണ്ടുവന്നേ നമ്മള്. ഇത് സംഭവം നേരെ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചു, ഇങ്ങനെ നാട്ടി നിർത്തി. കമ്പി താഴെയായിരുന്നു, ഇങ്ങനെ നാട്ടി നിർത്തി. എന്നിട്ടാ കൊണ്ടുവന്നേ. ആ, നാട്ടി നിർത്തിയാ കൊണ്ടുവന്നേ. ആ നോക്കാം, പിടിച്ചോ. അല്ല, അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ പൊങ്ങുന്നില്ല അച്ഛാ, അവിടെ അച്ഛൻ പൊക്കണം. തറയില കമ്പി. ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, പരാപരം. അയ്യോ, രുദ്രസ രുദ്രസ. ആ ആ ആ അവിടെ കമ്പിയെ മുട്ടും. എന്നിട്ട് അവിടെ കമ്പിയെ മുട്ടും. ആ കമ്പിയെ അവിടെ മുട്ടും. ഇതിങ്ങനെ ഇങ്ങനെയാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അയ്യോ, ഇത് തിരിക്കണേൽ അങ്ങോട്ട് വണ്ടിയെ തട്ടല്ലേ. അല്ല, വീലൊക്കെ ഉണ്ട്. ഇങ്ങനെയാ അച്ഛാ നമ്മൾ കൊണ്ടുവന്നേ. ഇങ്ങനെ നാട്ടിയ. അങ്ങോട്ട് പോയി. ഉടൻ പൊങ്ങിട്ടില്ല അച്ഛന്റെ. നിക്കണേ. ആ, ഇങ്ങനെ കണ്ടോ കണ്ടോ? അയ്യോ, ഇവിടെ 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 നിന്നാട്ടെ നിന്നാട്ടെ. ടങ്. അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമിന്റെ പൈപ്പുകൾ, ഈ മോളിൽ നിന്ന് വെള്ളം പോകുന്ന പിന്നെ ടെറസിൽ നിന്ന് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്ന പൈപ്പുകൾ, ഇതിലൊക്കെ തട്ടുകയാണ്. ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ബോധം പോരാ. ഇനി ഇതെങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു? ദൈവമേ, എന്തായാലും നല്ല ലെമണ്ടം പണി തന്നെ. വെള്ളം ഇതേ
അങ്ങനെ ഇവിടെ വരെ എത്തിച്ചിട്ട് ഇനി ഇവിടുന്ന് ശക്കല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആവും സംഗതി. അയ്യോ ഒന്നും പറയണ്ട, വല്ലാത്ത അസുഖമായിരുന്നില്ലേ. അയ്യോ വല്ലാത്തൊരു നോക്കലായി പോയി. ഓ എന്നാ പ്രാന്തൊക്കെയാണെന്നറിയാമോ എന്റെ അമ്മൂ. അച്ഛാ ഇത് ഇതിനകത്ത് ഉരുട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? അങ്ങനെ എങ്ങനെ? ഇങ്ങനെ ഓ ഇങ്ങനെ ഇങ്ങനെ വന്നാ മതി അല്ലേ? ഇങ്ങനെ നിർത്തിയിട്ട് പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ പോയിട്ട് ഓ ഐഡിയ പോട്ടെ. അത്രേ ഉള്ളു കാര്യം. നീ ഉമ്മ അവിടെ നിന്നുണ്ടാവും. അണ്ടാ കമ്പൊന്ന് തട്ടിയോ എപ്പുറത്ത് അതേ വരാനോ പോയാലും ഇവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അവിടെ 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 കുറച്ച് നേരെ ആക്കി. ഇത് നോക്കിക്കോണം. കമ്പ് ഇപ്പുറത്ത് വിടടാ. കമ്പ് ഇപ്പുറത്ത് വിടും. ചെമ്പരത്തി അങ്ങനെ തള്ളിക്കോ. അവനെ കൂടി ഇപ്പുറത്തോട്ട് മതി. നീ വിട്ടു നീല പിടിച്ചാൽ ഇവിടെ ഒന്ന് പൊക്കിക്കോണം. അങ്ങോട്ട് വന്നിട്ട് മതി. പൊക്കാറായി എന്റെ അമ്മോ. അവിടെ അവിടെ തെറ്റിയടെ അടിവശം. അച്ഛൻ അവിടെ ഒന്ന് നോക്കിയേ. ഇങ്ങോട്ട് പോട്ടെ. ആ തെറ്റി അങ്ങോട്ടൊന്ന് റെഡി. എന്റെ അമ്മേ ഇങ്ങനാന്നോ അതോ തിരിച്ചാന്നോ ഇരുന്നേ? അതൊരു ചെറിയ വിഷയമുള്ള എന്താ അറിയാച്ചാ, ഈ ഓടേ ഇനി ഇതിന്റെ മണ്ടക്കത്തെ കൂര ശരിക്കും പറഞ്ഞാൽ ഈ കമത്തോടുണ്ടല്ലോ, അതും ഇതുമായിട്ട് ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്ത് ചെറിയ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൗട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടങ്ങ് നീക്കിടാം. ഓ ഇടാൻ പറ്റത്തില്ല. ദൈവമേ പരിപാടി ഉണ്ടോ? ഇനി ഓട് വെച്ചോളാൻ തന്നെത്താൻ ഇളക്കിയ കക്ഷിയാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതും പിടിച്ചോണ്ട് അവിടെ വരെ പോയി തിരിച്ചു ചുമ്മി ഇവിടെ വരെ കൊണ്ടുവന്ന്. കുഴപ്പമില്ല, എന്നാലും ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. അവിടെ വയ്ക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടി. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടടിക്ക് തുടങ്ങട്ടെ. അയ്യോ ഇത് ഇടുന്നതാണ് ഇനി ഏറ്റവും വലിയൊരു പണി. കാരണം അത് ചില സമയത്ത് കറക്റ്റ് സ്യൂട്ടായിട്ടിരിക്കത്തില്ല. അയ്യോ എന്തെല്ലാം മെനക്കേടായിപ്പോയെന്ന് നോക്കണേ. അയ്യോ ഒരു പട്ടിക്കൂടൊന്ന് മാറ്റി അറേഞ്ച് ചെയ്യാൻ നോക്കിയതാ. അന്ന് ഞാനിത് ഒരു പ്രാവശ്യം കഴുകാൻ വേണ്ടിയിട്ട് ഊരിയെടുത്തു കേട്ടോ. എൻ്റെ ഊപ്പാട് വന്നു പോയി ഇത് തിരിച്ചിടാൻ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇട്ടത്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ ഒത്തു, അത്രേ പറയാൻ പറ്റുള്ളൂ.
Guys, ഇതെങ്ങനെ ഇടുന്നെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ഇതിങ്ങനെ അടിച്ചെന്നാ ചകയറ്റുന്നേ. ബെല്ലക്കുട്ടന്റെ വീടല്ല കൂട് അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പച്ച സാധനം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം ഇത് സെറ്റ് ചെയ്തിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാക്കിയെല്ലാം ഓക്കെ, ഓടൊക്കെ ഇടുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ അകത്ത് അവൻ ഇരിക്കാനുള്ള പച്ച ഷീറ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല കഷ്ടപ്പെട്ടു. അപ്പോൾ LS ജേണി വിത്ത് യുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയും നമ്മുടെ വെള്ളക്കുട്ടന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.